ഒരു പെൺകുട്ടി ഒരു മനുഷ്യനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി ചെല്ലുകയാണ്. അവന്റെ കൂടെ ഒരു കാട്ടിൽ ജീവിക്കാനായിട്ട്. അവന് കാട്ടിൽ തന്നെ ഒരു വീടുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അവള് പല സത്യങ്ങളും തിരിച്ചറിയുന്നത്. ഇനിയിപ്പം അവൻ ചതിച്ചതായിരിക്കോ? ചതിച്ചതൊന്നുമല്ല, എന്നാലും ചതിച്ചതാണ്. പക്ഷെ വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് അവളെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയതാണ്. വേറൊരു ആവശ്യമൊന്നുമല്ല, അവൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. നിങ്ങൾ വിചാരിക്കുന്ന ഇത് സാധാരണ ഒരു സിനിമയല്ല. അവളെ പ്രത്യേകതരം ഒരു ജീവിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അതെന്ത് ജീവിയായിരിക്കും? അവൾ ആ ജീവിയിൽ നിന്ന് രക്ഷപ്പെട്ട് കാണോ? ഇനിയിപ്പം ഈ കൊണ്ടുപോയവൻ എന്ത് പറ്റി കാണും? അവൾക്ക് എന്ത് പറ്റി കാണും? അവസാനം അവൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ കീപ്പർ എന്ന് പറയുന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ കുറച്ചധികം സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. അവരൊക്കെ ആദ്യം നല്ല ഹാപ്പി ആയിരുന്നെങ്കിലും പിന്നീടായപ്പോൾ ഭയങ്കര വിഷമായി പോയി. എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. എല്ലാവരും നല്ല വിഷമത്തിലാണ്. ആദ്യം സന്തോഷത്തിലായിരുന്നു, പിന്നെ വിഷമത്തിലായി. കട്ട് ചെയ്താൽ നമ്മളെ കാണിക്കുന്നത് ഒരു കാറിൽ ഒരു കപ്പിൾസ് പോകുന്നതായിട്ടാണ്. ഇവർ രണ്ടുപേരും കമ്മിറ്റഡ് ആണ്. അവന്റെ പേര് മാൽക്കം എന്നും അതുപോലെ തന്നെ അവളുടെ പേര് ലിസ എന്നുമാണ്. ഇവർ രണ്ടുപേരും കൂടെ സിറ്റി എന്നുള്ള ജീവിതം മാറ്റി വെച്ചിട്ട് കാട്ടിൽ ജീവിക്കാനായിട്ട് വന്നേക്കുകയാണ്. രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. ഈ അടുത്ത് കമ്മിറ്റഡ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെ പോകുന്ന സമയത്ത് ലിസ ഒരു കാര്യം ആലോചിക്കും. അവളുടെ കൂട്ടുകാരി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് മാൽക്കമിന്റെ കൂടെ അവന്റെ വീട്ടിൽ പോവാണെന്ന്. അവന്റെ വീട് ഒരു കാട്ടിലാണല്ലോ. എന്തായാലും അവർ കാർ ഓടിച്ച് ആ വീട്ടിൽ ചെല്ലും. തടി കൊണ്ടുണ്ടാക്കിയ മൊത്തത്തിൽ ഗ്ലാസ് ഇട്ടൊരു വീടാണ്. പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവരകത്തും കാണാം, അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പുറത്തും കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വീടാണ്. അകത്ത് വന്നിട്ട് മാൽക്കം കൊണ്ടുവന്ന ഫോട്ടോ തൂക്കാനായിട്ട് പോകും. ലിസയാണെങ്കിൽ ഹാളിലോട്ട് വരുമ്പോൾ അവിടെ തന്നെ ഒരു കേക്ക് ഇരിപ്പുണ്ട്. ഒരു പെട്ടിയാണ്, അതിൻ്റെ അകത്ത് കേക്കാണ്. അത് നോക്കി നിൽക്കുമ്പോൾ മാൽക്കം അവൾ അങ്ങോട്ട് വിളിക്കും. അവൾ അവന്റെ അടുത്തോട്ട് ചെല്ലും. ആ ഫോട്ടോ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ കൊള്ളാന്ന് പറയും. പതി അവന്റെ കഴുത്തിൽ ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. അവൾ അവനെ വിളിക്കുന്നതാണ് ഒന്ന് സ്നേഹിക്കാനായിട്ട്. എന്നാൽ അവൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇത് മനസ്സിലാക്കുന്ന ലിസ മാറിപ്പോയി ഒരു സ്ഥലത്ത് നിൽക്കും. അവിടെ തന്നെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. അത് നോക്കി നിൽക്കുമ്പോൾ മാൽക്കം പിന്നിൽ വന്ന് അവളുടെ തോളത്ത് ചാരാണ്. എന്നിട്ട് ചോദിക്കും എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. അവള് പറയും അതാരുടെ വീടാന്ന്. അത് മറ്റാരുടെയും വീടല്ല, ഈ മാൽക്കത്തിന് ഒരു കസിൻ ഉണ്ട്, ആ കസിന്റെ വീടാണ്. അതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നീട് ലിസ പോയി ബാത്ത് ടബിൽ കുളിക്കുകയാണ്. അതിനകത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. മാൽക്കം പുറത്ത് എന്തോ പണിയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവൾ ആ ബാത്ത് ടബിൽ കിടന്ന് ഉറങ്ങിപ്പോവും. പെട്ടെന്ന് തന്നെ അവള് വെള്ളത്തിൽ വീഴുന്നത് പോലെ സ്വപ്നം കാണുന്നുണ്ട്. ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിന് സ്വപ്നം കാണുന്നുണ്ട്. ഇവളിങ്ങനെ അവളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവിടെ കിടക്കുമ്പോൾ ഇവളുടെ പിന്നിലായിട്ട് ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ ആരോ ലവ് ചിഹ്നത്തിൽ എന്തോ വരയ്ക്കുന്നുണ്ട്. പക്ഷെ അതൊരു മനുഷ്യനല്ല, എന്തോ പ്രേതം പോലത്തെ ആരങ്ങാണ്ടാണ്. ഒരിക്കലും അതിന് രൂപമില്ല. അവളും പിറകിൽ എന്തോ ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണാനില്ല, അവിടെ ഒന്നുമില്ല. ഇതിനുശേഷം രാത്രിയാവുന്ന സമയത്ത് മാൽക്കും ലിസയും കൂടെ ഫുഡ് കഴിക്കും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലിസ അവന്റെ അടുത്ത് ചെല്ലും. അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ച് റൊമാൻറ്റിക് ആവാനായിട്ട് നിൽക്കുമ്പോൾ പുറത്ത് ആരോ ഡോറിൽ കൊട്ടുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഈ മാൽക്കത്തിന്റെ കസിനാണ്. തുറക്കടാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാലും മാൽക്കത്തിനും ലിസയ്ക്കും വലിയ താല്പര്യമില്ല ഡോറ് തുറക്കാനായിട്ട്. ഇവര് കുറച്ചു നേരം സ്നേഹിക്കാന്ന് വിചാരിച്ചപ്പോൾ നടന്നില്ലല്ലോ. രണ്ടുപേരും കൂടെ കുറച്ചു നേരം മിണ്ടാതിരിക്കുമെങ്കിലും കസിൻ അറിയാം ഇതിന്റെ അകത്ത് ആളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ തുറക്കാൻ പറയുമ്പോൾ മാൽക്കം പോയി ഡോറ് തുറക്കും. കസിനും കസിന്റെ വേറൊരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ അടുത്ത് വന്നിരിക്കും. പിന്നെ ആ ഒരു ഗേൾ ഫ്രണ്ട് മോഡലാണ്. കസിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ കസിൻ ആണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് ലിസേനെ പറ്റിയിട്ടാണ്. ലിസയ്ക്ക് ഈ കസിനെ വലിയ പരിചയമില്ല. എന്നാൽ ഈ കസിൻ ആണെങ്കിൽ ഓരോന്ന് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ലിസയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മാൽക്കം കസിനെ വിളിച്ച് അവിടെ നിന്ന് മാറിപ്പോവും. ഈ കസിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. ഈ നേരം ആ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവള് ലിസേനെ നോക്കിയിട്ട് അതൊട്ടും കൊള്ളില്ല, അതിനൊട്ടും ടേസ്റ്റ് ഇല്ല എന്ന് മോശമായിട്ടുള്ള രീതിയിൽ പറയും. ലിസയോട് പറയും. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. പക്ഷെ ആ കേക്കിനെ നോക്കിയിട്ടാണ് പറയുന്നത്. അവിടെ ഒരു പെട്ടിയില്ലേ, ആ കേക്ക് മറ്റാരും കൊടുത്തല്ല, ഇവിടെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ മാൽക്കത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത കേക്കാണ്. എന്നാൽ ആ സ്ത്രീയെ നമ്മളും കണ്ടിട്ടില്ല, ലിസയും കണ്ടിട്ടില്ല. ഇപ്പൊ ഇത് പറയുമ്പോൾ അങ്ങോട്ട് മാൽക്കവും കസിനും വരും. കസിൻ വന്നിട്ട് വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഗേൾ ഫ്രണ്ടിനെയും വിളിച്ച് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. മാൽക്കോ ആണ് പറഞ്ഞത് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് സമയമില്ല, കുറച്ച് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കസിൻ അവിടെ നിന്ന് പോവുകയും ചെയ്തത്. കസിനും ഗേൾ ഫ്രണ്ടും അവിടെ നിന്ന് പോയതിനു ശേഷം ലിസ പിണക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ മാൽക്കം അവളെ സോപ്പിടും. കസിൻ അങ്ങനെയാണ്, അവൻ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ട് കാര്യമാക്കേണ്ടത്. അതൊന്നും അവൾ കാര്യമാക്കാതെ പതിയെ മാൽക്കത്തിന്റെ അടുത്ത് വന്നിട്ട് വീണ്ടും റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങും. നല്ല രീതിയിൽ കിസ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അവൻ പറയും നമുക്ക് കേക്ക് കഴിച്ചാലോ എന്ന്. അവളുമായിട്ട് അടുക്കുന്നില്ല. അവൾ എന്തോ പോലെ ആയിട്ടുണ്ട്. അവൾ ആ മൂഡിൽ വന്നിട്ട് അവനത് കൊടുത്തില്ല. മാൽക്കം പതിയെ പോയി കേക്ക് എടുത്ത് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവൾക്ക് ഒട്ടും ചോക്ലേറ്റ് ഇഷ്ടമല്ല, എന്നാലും കഴിക്കുന്നുണ്ട്. അവൻ കൊടുത്തതില്ലേ. എന്തുകൊണ്ടാണ് അവൻ അവളുമായിട്ട് അടുക്കാത്തതെന്ന് അറിയത്തില്ല. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അടുക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് മാറിപ്പോവും. നേരത്തെ അടുക്കാൻ നോക്കിയപ്പോൾ കസിൻ വന്നില്ലേ, രണ്ടാമത് അടുക്കാൻ നോക്കിയപ്പോൾ കേക്ക് എടുക്കാൻ പോയില്ലേ. ഇനി അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും അറിയില്ല. രാത്രി ആവുന്ന സമയത്ത് മാൽക്കവും അതുപോലെ തന്നെ ലിസയും കിടന്നുറങ്ങുന്നുണ്ട്. ആ സമയം ലിസ എന്തൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട്. ഒരു ലേഡി തോട്ടിന്റെ കരയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടും അവളുടെ തലയിൽ ആരോ കൊണ്ടുവന്ന് തോക്ക് വെക്കുന്നതായിട്ടും അങ്ങനത്തെ കുറെ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൾ ഈ സ്വപ്നം കാണുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഞെട്ടി എണീക്കും. അവൾക്ക് ഉറക്കം വരുന്നില്ല. മാൽക്കം തൊട്ടടുത്ത് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും അവനെ വിളിക്കാതെ അവൾ അവിടെ നിന്ന് മാറിപ്പോവും. അവൾ വീട്ടിന്റെ ലൈറ്റ്
വെളിയിലൊന്നും ഇടുന്നില്ല. പകരം ഫോണിന്റെ ഫ്ലാഷും കത്തിച്ച് നേരെ അടുക്കളയിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് അവിടെ തന്നെ ആ കേക്ക് ഇരിപ്പുണ്ട്. ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ കേക്ക് കട്ട് ചെയ്ത് തിന്നാതെ പകരം കൈ വെച്ച് അമക്കി വാരി അതിനെ മൊത്തത്തിൽ എടുത്ത് തിന്നാനായിട്ട് തുടങ്ങും. അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അവളുടെ ദേഹത്ത് എന്തോ ഒരു പ്രേതം കയറിയത് പോലാണ് അവൾ പെരുമാറുന്നത്. അതുപോലെ അവൾ കഴിക്കുമ്പോൾ കുറെ അധികം സ്ത്രീകളുടെ അലർച്ച കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ കസിന്റെ ഗേൾ ഫ്രണ്ട്, അവള് സത്യം പറഞ്ഞ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, ഒരു രാത്രിയിലത്തുള്ള ആവശ്യം മാത്രമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവൾ തിരിച്ചു പോകുമ്പോൾ അവൾ കാട്ടിൽ പെട്ടുപോയിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ദൂരെ നിന്ന് ഒരുപാട് ശബ്ദം കേൾക്കാം. ആരൊക്കെയോ നിലവിളിക്കുന്നത് പോലെ. അവൾ പേടിച്ചൊരു സൈഡിൽ വന്നിരിക്കും, ഒരു മരത്തിന്റെ സൈഡിൽ. എന്നാൽ ആ മരത്തിന്റെ സൈഡിൽ തന്നെ ഒരു പ്രത്യേകതരം ജീവിയുണ്ട്. അതെന്ത് ജീവിയാന്ന് പോലും അറിയത്തില്ല. അത് അവളെ കടിച്ചെടുത്ത് ആകാശത്തോട്ട് അങ്ങ് എടുത്ത് പൊന്തിക്കും. എന്നിട്ട് അങ്ങ് കഴിച്ചു കളയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? അതെന്ത് ജീവിയാണ് അറിയില്ല. മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരം മാൽക്കം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ മണ്ടയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അവൻ കാര്യമാക്കുന്നില്ല. അവൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ തന്നെ ലിസ ഇരുന്ന് എന്തൊക്കെയോ പടം വരയ്ക്കുന്നുണ്ട്. അവൾ അങ്ങനെ ഇരുന്ന് കുത്തി കുറിക്കുകയാണ്. എന്താണ് കുത്തി കുറിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അവൻ അവൾക്കൊരു മുത്തം ഫ്ലൈയിങ് കിസ് ആയിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോയി പാചകം ചെയ്യാനായിട്ട് തുടങ്ങും. പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവളോട് ചോദിക്കും എന്താണ് വരയ്ക്കുന്നതെന്ന്. പക്ഷെ അവൾ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. നമ്മളെ കാണിക്കുമ്പോൾ കുറച്ചധികം സ്ത്രീകളുടെ പടമാണ് അവൾ വരച്ചു വെച്ചേക്കുന്നത്. അവൾ സ്വപ്നത്തിൽ കാണുന്നതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുമായിട്ടുള്ള സ്ത്രീകളെയാണ് അവൾ പടമായിട്ട് വരച്ചു വെച്ചേക്കുന്നത്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ കാട് കാണാനായിട്ട് ഇറങ്ങും. ലിസ ഒരു നദിക്കരയുടെ അവിടെ പോയിട്ട് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കും. അവൾക്ക് എന്തൊക്കെ ഓർമ്മ ഉള്ളതുപോലെ ഒരു ലേഡി ഒരു സ്ഥലത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടും രണ്ട് പയ്യന്മാരെ അത് എത്തി നോക്കുന്നതായിട്ടും അങ്ങനെ കുറെയുള്ള സംഭവങ്ങളാണ് അവൾ കാണുന്നത്. അതെന്താന്ന് അവൾക്ക് അറിയത്തില്ല. അവൾ അങ്ങനെ അതൊക്കെ ചിന്തിച്ച് എന്തോ പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ നദിക്കരയിൽ നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു ചെയിൻ കിടപ്പുണ്ട്, കഴുത്തിലിടുന്ന ചെയിൻ. പതി അവൾ അതെടുത്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് മാൽക്കം അവിടെ മാറി നിൽപ്പുണ്ട്. അവൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവന് അടുത്ത് പോകുന്നില്ല. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വരും. ലിസ ഒരു സൈഡിൽ ആ ലോക്കറ്റും കഴുത്തിലിട്ടിട്ട് കിടന്നുറങ്ങാണ്. നല്ല ഉറക്കമൊന്നുമല്ല, ചെറുതായിട്ടൊരു നാപ്പ് പോലെ. അതുമല്ല, അവൾ ആ ലോക്കറ്റ് കഴുത്തിലിട്ട് എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇവൾ എന്തിനാണ് ഈ ലോക്കറ്റ് എടുത്ത് കഴുത്തിലിട്ടേന്ന് അറിയത്തില്ല. കളഞ്ഞു കിട്ടിയ ലോക്കറ്റാണ്. ആ ലോക്കറ്റിന്റെ അകത്ത് ഒരാളുടെ ഫോട്ടോയും ഉണ്ട്. അത് ആരുടെയാണെന്നും അറിയത്തില്ല. ഇപ്പൊ മാൽക്കം അങ്ങോട്ട് വന്നിട്ട് അവളോട് പറയും എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം, ഒരു പേഷ്യന്റിന് അർജന്റ് ആണെന്ന്. ഇവനൊരു ഡോക്ടറാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ. ഇവൾക്കിത് കേൾക്കുമ്പോൾ വിഷമാവും, ഇവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് കൊണ്ട്. എന്നാൽ മാൽക്കം സോറിയൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവും. അവളും സാരമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവളുടെ കണ്ണിന്ന് കണ്ണുനീര് വരെ വരുന്നുണ്ട്. ഇവനെ അവളെ നല്ല രീതിയിൽ നോക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകില്ലേ. പക്ഷെ അവനൊരു ഡോക്ടറാണ്. അവൻ പോയതിനു ശേഷം അവള് പതിയെ ബൈനാക്കുലർ എടുത്ത് അപ്പുറത്തെ വീട്ടിൽ വന്ന് നിരീക്ഷിക്കുകയാണ്, കസിന്റെ വീട്ടില്. അതുമല്ല, അവളുടെ കൂട്ടുകാരിയെ ഫോൺ വിളിക്കുന്നുണ്ട്. കൂട്ടുകാരിയോട് പറയും മാൽക്കം അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയെന്ന്. കൂട്ടുകാരി തിരിച്ചു പറയും അവന് വേറെ ഏതെങ്കിലും അവിഹിതമായിട്ടുള്ള സ്ത്രീകൾ കാണാം, ചിലപ്പോൾ അവളെ കാണാനായിട്ട് പോകുന്നതാവാം, നിന്നെ അവന് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യും. കൂട്ടുകാരി ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാണ് ഇവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് കൊണ്ട്. ഇവളിങ്ങനെ നിരീക്ഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തോ ഒരു സാധനം അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്ത് തറയിലിട്ടിട്ടുണ്ട്. അവള് പതിയെ ബൈനാക്കുലർ വെച്ച് അത് നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, ആരുടെ ഒരു തലയാണ്, ഒരു മനുഷ്യന്റെ തല. ചിലപ്പോൾ ഗേൾ ഫ്രണ്ടിന്റെ തലയായിരിക്കാം. അതുപോലുണ്ട്. അവൾ ഒരു നിമിഷത്തേക്ക് ആകെ പേടിച്ച് നിന്ന് പോവാണ്. പതിയെ ബൈനാക്കുലർ എടുത്ത് വീണ്ടും നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു കവർ ഇല്ല, അവിടെ അങ്ങനെ ഒരു തലയില്ല. എന്താ സംഭവിച്ചെന്ന് അവൾക്ക് അറിയത്തില്ല. ചിലപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കാം. ഇതിനുശേഷം ഒരു നദിക്കരയാണ് കാണിക്കുന്നത്. അവിടെ ഒരു മീൻ ചാടി കളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ലിസ സ്വപ്നം കണ്ടതാണ്. അവൾ ഇതും കണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. അതല്ല, അവളുടെ പാന്റ് നനഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പീരിയഡ്സ് ആയതായിരിക്കാം. ഇതൊന്നും കാര്യമാക്കാതെ അവൾ പതിയെ അടുക്കളയിലോട്ട് ചെല്ലും. അവിടെ ചെന്ന് വെള്ളം കുടിക്കുമ്പോൾ പിറകിലായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നേരത്തെ മരിച്ചുപോയ കസിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. ഇവൾ ഇത് കണ്ട് ആകെ പേടിച്ചിട്ട് നീ എങ്ങനെ അകത്ത് കയറിയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മറുപടി മറ്റൊന്നുമല്ല, അതിന് ഞാൻ അകത്ത് കയറി കഴിഞ്ഞല്ലോ. ലിസ വീണ്ടും സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്താ കാണുന്നത്? അതേപോലെ രണ്ട് രൂപം, കസിന്റെ ഗേൾ ഫ്രണ്ടിനെ പോലെ രണ്ട് രൂപം, ഒരു ചെറിയ രൂപം, ഒരു വലിയ രൂപം. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ലിസയ്ക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ കസിൻ എന്തെന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കസിനെ കാണാനില്ല. കസിന്റെ വീട്ടിലോട്ട് നോക്കുമ്പോൾ പതിയെ വീട്ടിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ ദൂരെ നിന്ന ആ ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അതുപോലെ അവളുടെ മുഖത്തൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. ഇങ്ങനെ തലോടി കൊടുക്കുകയാണ്. ഈ തലോടുന്ന സമയത്ത് ചില കാര്യങ്ങൾ അവള് കാണുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ. എന്നിട്ട് അവള് പറയും നീയാണ് അവരുടെ എല്ലാവരുടെയും അമ്മയെന്ന്. ആരുടെ അമ്മ? എവിടെ കുട്ടി? എന്തായി പറയുന്നത്? ഇതും കണ്ട് ലിസ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ഇത്രയും നേരം കണ്ടത് അവളുടെ സ്വപ്നം മാത്രമായിരുന്നു. സ്വപ്നത്തിന്റെ അകത്തൊരു സ്വപ്നം കണ്ടില്ലായിരുന്നു അവള്. എന്തായാലും അവള് ചാടി എണീക്കുമ്പോൾ അവള് പീരീഡ്സ് ആയിട്ടുണ്ട്. പീരീഡ്സ് ആയതിന്റെ ഒരു ഇതായിരുന്നു ഇത്രയും നേരം സ്വപ്നം കണ്ടത്. സോഫയിലെല്ലാം ബ്ലഡ് ആയിട്ടുണ്ട്. എന്തായാലും ഈ ഡ്രസ്സ് കഴുകണമല്ലോ, അതുകൊണ്ട് തന്നെ ഇട്ടേക്കുന്ന ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഒരു തുണി നനച്ച് സോഫ തുടയ്ക്കാനായിട്ട് വരും. അത് വന്നിരുന്ന് തുടയ്ക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ വിളിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, കസിനാണ്. ഇവള് മിണ്ടാതിരുന്നിട്ടും അവൻ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് അകത്ത് ആളുണ്ടെന്ന് അറിയാം, ഒന്ന് കതവ് തുറന്നാൽ മാത്രം മതിയെന്ന്. ലിസ പതിയെ അടുത്തോട്ട് ചെന്നിട്ട് അവനോട് സംസാരിക്കും. ഇവിടെ മാൽക്കമില്ല, അവൻ ഹോസ്പിറ്റലിൽ പോയിക്കുക, വരാൻ വൈകുമെന്ന്. എന്നാൽ അവൻ വാശി പിടിക്കുന്നുണ്ട് എനിക്ക് വീട്ടിന്റെ അകത്ത് കയറണം, ഇത് എന്റെ ഫാമിലിയുടെ ഹൗസാന്ന് പറഞ്ഞിട്ട്. ഇത് മാൽക്കത്തിന്റെ സ്വന്തം വീടല്ല, പകരം മാൽക്കത്തിന്റെയും അതുപോലെ
അതുപോലെ തന്നെ ആ ഒരു കസിന്റെയും ഫാമിലിയുടെ ഹൗസാണ്. അതുകൊണ്ട് തന്നെ അവനും കയറാനുള്ള അവകാശമുണ്ട്. ലിസയ്ക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ തുറന്നു കൊടുക്കും. അവന് എന്തോ ഒരു സാധനം എടുക്കാനായിട്ട് കതവ് തുറന്ന് അകത്തോട്ട് കയറി ചെല്ലും. ലിസയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ ഈ ഒരു സമയം അങ്ങോട്ട് വന്നത്. അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പൊ അവൻ അകത്ത് കയറുന്നത് ശരിയല്ലല്ലോ. ഇവർ രണ്ടുപേരും വലിയ പരിചയമില്ല. ലിസയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഇവൻ അകത്ത് കയറി പോയിട്ട് ഓരോ റൂമായിട്ട് കയറി പരതാനായിട്ട് തുടങ്ങും. എന്തോ ഈ പരത്തുന്നത് ഒന്നും അറിയില്ല. പതിയെ പോയി ഒരു കുപ്പി എടുത്തോണ്ട് വരും. നമുക്ക് ഒരുമിച്ച് കുടിച്ചാലോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ എനിക്ക് വേണ്ടെന്ന് അവള് പറയുമ്പോൾ ഇവൻ കേൾക്കില്ല. ബാ വന്ന് കുടി, നീ സാധാ പെൺകുട്ടികളെ പോലെയല്ല, നല്ല അടിപൊളി പെൺകുട്ടിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫ്ലർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതും കസിന്റെ പെണ്ണാണ് കേട്ടോ. ആരുടെ കസിന്റെ? ഈ കസിന്റെ കസിനാണ് മാൽക്കം. മാൽക്കത്തിന്റെ പെണ്ണിനോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അവളിത് അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞ് ബാത്റൂമിലോട്ട് ഓടിപ്പോവും. അവിടെ ചെന്നിട്ട് അവളുടെ പോക്കറ്റ് തപ്പി നോക്കുമ്പോൾ ഫോൺ എടുത്തിട്ടില്ല. മാൽക്കത്തിനെ വിളിച്ച് കാര്യം പറയാനായിട്ട്. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. അവൾ കുറെ നേരം ബാത്റൂമിൽ നിൽക്കും. കസിൻ വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുമല്ല അവന്റെ പെരുമാറ്റവും ശരിയല്ല. അവൾ അങ്ങനെ ബാത്റൂമിൽ നിൽക്കുമ്പോൾ മണ്ടയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരൊക്കെയോ വലിച്ചുകൊണ്ട് നടന്നിട്ടൊക്കെ പോകുന്ന ഒരു ശബ്ദം. പക്ഷെ അത് മനുഷ്യനല്ല. ഇപ്പൊ കസിനാണെങ്കിൽ പതിയൊരു വലിയ വാക്ക് തിടുകുന്നുണ്ട്. ഈ വെട്ടുകത്തിയില്ലേ, അത് തന്നെ. അതെടുത്തിട്ട് പതിയെ പതിയെ നടന്നു പോവാണ്. എന്തിനാ ഈ വെട്ടുകത്തി എടുത്തോണ്ട് പോകുന്നത്? ഇനിയിപ്പോ ലിസേനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ കസിന്റെ തല അറ്റി പോയിട്ട് എന്തോ ഒരു ജീവി അവനെ വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. എന്ത് ജീവയാന്ന് കാണിക്കുന്നില്ല, പകരം അവനെ വലിച്ചോണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ വീട്ടിൽ എന്തോ ഒരു പ്രത്യേകതരം ജീവിയുണ്ട്, അതെന്താന്ന് അറിയത്തില്ല. ലിസ കുറെ നേരം ബാത്റൂമിൽ നിന്നിട്ടും അവന്റെ അനക്കമൊന്നുമില്ല. അവൻ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പതിയെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങും. നേരെ ചെല്ലുന്നതാവട്ടെ അവളുടെ ഫോണുള്ള റൂമിലാണ്. ഓടി ചെന്ന് ഫോൺ എടുത്തിട്ട് മാൽക്കമിനെ വിളിക്കും. എന്നാൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പകരം വോയിസ് മെയിലാണ് കണക്ട് ചെയ്യുന്നത്. അവന് മെസ്സേജ് ഇടും. മാൽക്കമ്മ, എനിക്ക് പേടിയാവുന്നു, നിന്റെ കസിൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വരാമോ എന്ന്. ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ പുറത്തുനിന്ന് ശബ്ദം കേൾക്കാം. ആരൊക്കെ പാട്ട് പാടുന്നത് പോലെ. എന്തോ ഒരു ഡിവൈസിൽ പാട്ട് വെച്ചതാണ്. ആരാണ് പാട്ട് വെച്ചതെന്നും അവൾക്ക് അറിയത്തില്ല. അതുമല്ല, ഈ വീട്ടിന്റെ ഡോറൊക്കെ താനെ ലോക്ക് ആവുന്നുണ്ട്. ആരോ ലോക്ക് ആക്കുന്നതാണ്. എന്നാൽ മനുഷ്യരൊന്നുമല്ല. അതെന്തായിരിക്കും? ഇവളിപ്പം പതിയെ പേടിച്ച് ഈ പാട്ട് കേൾക്കുന്ന അടുത്തോട് ചെല്ലും. അത് അടുക്കളയിൽ നിന്നാണ് കേൾക്കുന്നത്. എന്തോ ഒരു ഡിവൈസിൽ നിന്ന് കേൾക്കുന്നതാണ്. ആ വീട്ടിൽ തന്നെയുള്ള എന്തോ ഒരു ഡിവൈസിൽ നിന്ന്. അവള് പതിയെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ആ സിങ്കിന്റെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വൈബ്രേഷൻ കേൾക്കും. അവളൊന്ന് ഞെട്ടി തരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ആ സിങ്കിനകത്ത് എന്തോ കിടപ്പുണ്ട്. പതിയെ അവള് കൈ വെച്ച് തപ്പി നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, ഒരു വാച്ചാണ്. ആ വാച്ചാണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തത്. ആ വാച്ച് മറ്റാരുടെ വാച്ചല്ല, കസിന്റെ വാച്ചാണ്. കസിന്റെ വാച്ച് ഇപ്പൊ എങ്ങനെ സിംഗിൾ വന്നെന്ന് അവൾക്ക് അറിയത്തില്ല. കസിനെയും കാണാനില്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതുമല്ല, സ്കോച്ചും അവിടെ ഇരിപ്പുണ്ട്. അവൻ ആ കുപ്പി എടുത്തോണ്ട് വന്നില്ലേ, അതും അവിടെ ഇരിപ്പുണ്ട്. അവൾക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ല. പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ തലയിൽ കവറിട്ട് അവിടെ ഇരിക്കുന്നു. ഇത് കണ്ട് അവൾ ആകെ ഞെട്ടി തരിച്ച് അവിടെ നിന്ന് പോവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അവൾ കണ്ണടച്ചിട്ട് വീണ്ടും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ഒരു രൂപത്തിനെ അവിടെ കാണാനില്ല. അവൾക്ക് മനസ്സിലായി വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അതുമല്ല, അവിടെ തന്നെ എന്തോ കേക്കും വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട ആ പെട്ടിയിൽ വെച്ച കേക്കില്ലേ, അത് തന്നെ. അവൾ പെട്ടെന്ന് തന്നെ പേടിച്ച് റൂമിൽ പോയിട്ട് അവളുടെ തുണിയെല്ലാം പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ നിൽക്കുന്ന ഇനി ഒട്ടും ശരിയല്ല. ചിലപ്പോൾ അവളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയിക്കാം. അവൾ കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അവൾ ഫോൺ എടുത്ത് കൂട്ടുകാരി ഫോൺ വിളിക്കും. എന്നിട്ട് അവളോട് സോറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കും കാർ എടുത്തിട്ട്. കൂട്ടുകാരി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കോള് കണക്ട് ആവുന്നില്ല. കോള് കണക്റ്റഡ് ആണെങ്കിലും വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. ഇവള് പറയുന്നത് കൂട്ടുകാരിക്കും കേൾക്കാനായിട്ട് കഴിയുന്നില്ല. ഈ നേരം അവളുടെ പിന്നിലായിട്ട് ഒരു രൂപം നിപ്പുണ്ട്. ആ രൂപം അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിന്റെ കഴുത്ത് നീണ്ടു പോകുന്നുണ്ട്. ഇപ്പൊ അവളുടെ ഫോണിൽ സംസാരിക്കുന്ന കൂട്ടുകാരി എന്താ പറയുന്നതെന്ന് അറിയാമോ? നീയാണ് അവരുടെ അമ്മയെന്ന്. ആരുടെ അമ്മ? കൂട്ടുകാരി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അവൾക്ക് അറിയത്തില്ല. നല്ല രീതിയിൽ കൂട്ടുകാരിനെ ചീത്ത പറയും. എന്താടി ഈ സമയത്ത് കളിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അവൾ അങ്ങനെ പേടിച്ച് വിറച്ച് അവിടെ ഇരിക്കുമ്പോൾ ഈ രൂപം അവളൊന്നും ചെയ്യുന്നില്ല. കാരണം പുറത്ത് മാൽക്കം എത്തിക്കഴിഞ്ഞു. കാറിന്റെ ശബ്ദം കേട്ട് ലിസ ചെന്ന് നോക്കുമ്പോൾ അത് മാൽക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപം തൽക്കാലത്തേക്ക് അവൾ ഒന്നും ചെയ്തില്ല. അവൾ രക്ഷപ്പെട്ടു. മാൽക്കം ഡോറ് തുറന്ന് അകത്തോട്ട് കയറി വന്നിട്ട് ലിസേനെ തരുമ്പോൾ ലിസേനെ കാണാനില്ല. അവ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ലിസയുണ്ട്. ആകെ പേടിച്ചു പോകും. ലിസ ഫ്രണ്ടിൽ നിൽക്കുന്നത് കണ്ടിട്ട്. അവൾ ഇങ്ങനെ ഇറങ്ങി വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ലിസ ഡ്രസ്സൊക്കെ ഇട്ട് പോകാനായിട്ട് ഇറങ്ങി വന്നേക്കാണ്. ഞാൻ പോവാണ്, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ട, ഇവിടെ ഒന്നുമില്ല, ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു തരേണ്ടത്, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് പോകല്ലേ, ഒരു അരമണിക്കൂർ താന്ന് പറയുമ്പോൾ അവള് പറയും വീട്ടിൽ ആരോ ഉണ്ട്, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാൻ. അതുകൊണ്ട് തന്നെ അവൻ എല്ലായിടത്തും കയറി പരതാനായിട്ട് തുടങ്ങും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട്. ഈ സമയം ലിസ ആണെങ്കിൽ ആകെ പേടിച്ച് റൂമിൽ പോയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാൽക്കം കൂടെ വരും. അവന്റെ കയ്യിൽ കുപ്പിയുണ്ട്. അവളുടെ ഈ വിഷമങ്ങളും സങ്കടങ്ങളും പേടി എല്ലാം മാറ്റാനായിട്ട് കൊണ്ടുവന്ന കുപ്പിയാണ്. അവളോട് ചോദിക്കും നമുക്കൊന്ന് കുടിച്ചാലോ എന്ന്. അവൾക്ക് ആദ്യം താല്പര്യമില്ലെങ്കിലും പിന്നെ സമ്മതിക്കും. വാ നമുക്ക് കുടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോയിരുന്ന് കുടിക്കും. രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. അവളുടെ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. ലിസ അയാളോട് ചോദിക്കും നിങ്ങൾ കാണാൻ പോയ പേഷ്യന്റിന്റെ കാര്യം എന്തായെന്ന്. അവൻ അറിയാത്തതുപോലെ ഏത് പേഷ്യന്റ്? എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ആ പേഷ്യന്റിന്റെ കാര്യം പറയും. ആ പേഷ്യന്റ് മരണപ്പെട്ടു പോയി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ജീവിതമാണ് ഈ ജീവിതത്തിന് ശേഷം കിട്ടിയെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് എന്തോ പോലെ ആവും. ഒരാൾ മരിച്ചതിന് ശേഷം ഇങ്ങനെയാണോ പറയുന്നത്? അവൾ അവിടെ നിന്ന് ബാത്റൂമിൽ പോവാന്ന് പറഞ്ഞ് പതി അവിടെ നിന്ന് മാറിപ്പോവും. എന്നിട്ട് അവൾ അതിൻ്റെ അകത്ത് കയറി അവനെ ചീത്ത പറയാണ്. ഒരാൾ മരിച്ചപ്പോൾ ഇങ്ങനെയാണോ പറയുന്നത്? അവൾ അങ്ങനെ ടെൻഷനായി നിൽക്കുമ്പോൾ പുറത്തുനിന്ന് അവൻ കൊട്ടുന്നുണ്ട്. എന്തെങ്കിലും
പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവള് പറയും കുഴപ്പമില്ല, ഞാൻ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടെന്ന്. അവന്റെ ടെൻഷൻ വേറൊന്നുമല്ല, അവള് പ്രഗ്നന്റ് ആണോ എന്നാണ്. എന്നാൽ ഇവര് തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല, പിന്നെ എങ്ങനെ പ്രഗ്നന്റ് ആവും? അതുപോലെ ലിസയ്ക്ക് ചെറിയ ഡൗട്ട് ആയിട്ടുണ്ട്. മറ്റൊന്നല്ല, ഈ മാൽക്കോ ആണെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയപ്പോൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്. ആദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അയാൾ അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇവൾക്ക് ഡൗട്ട് അടിച്ചിട്ട് അവനോട് ചോദിക്കും ദേഷ്യപ്പെട്ടിട്ട്, നിനക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സിറ്റിയിൽ പോകുന്നത് അവരെ കാണാനായിട്ടാണോ എന്ന്. എന്നാൽ അവൻ പറയും എനിക്ക് ഭാര്യയും മക്കളൊന്നുമില്ല, നിന്റെ തോന്നല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് തറയുന്നൊരു ഫോട്ടോ കിട്ടുന്നുണ്ട്. ആ ബാത്റൂമിൽ എങ്ങനെ വന്നൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ മാൽക്കോം ഒരു പെണ്ണും 2 കുട്ടികളും. ഇത് കണ്ട് അവളുടെ ചങ്കാകെ തകർന്നു പോവാണ്. അവൾ ഇഷ്ടപ്പെടുന്ന ഒരുത്തനാണെങ്കിൽ അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട ഒരുത്തൻ അവളെ ചതിച്ചേക്കാണ്. അവന് ഭാര്യയും മക്കളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഭാര്യയും മക്കളും അതുപോലെ തന്നെ മാൽക്കോ നിൽക്കുന്നത്. ആ നേരം ഡോറും തുറന്ന് മാൽക്കം അകത്തോട്ട് കയറി വരുന്നത്. അവൾ കറക്റ്റായിട്ട് ഡോറ് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. അവൾ ചോദിക്കും ഇതെന്താണ്, നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഉണ്ടായിട്ട് എന്നോട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞാൻ എന്റെ വഴിക്ക് പൊയ്ക്കോളാം, എനിക്ക് വീട്ടിൽ നിൽക്കേണ്ട, എന്നെ വിട്ടേക്കെന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ നിന്നെ വിടൂല, ഞാൻ നിന്നെ വിടാനായിട്ട് അനുവാദവും തരത്തില്ല എന്ന്. അവനിപ്പോ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. അവൾക്ക് എന്തിനാണ് എവന്റെ അനുവാദം? അങ്ങനെ എവളും അവനും കൂടെ മാറിയിരുന്ന് സംസാരിക്കും. ഈ മാൽക്കം ആണെങ്കിൽ വായി തോന്നുന്ന ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ. മറ്റൊന്നുമല്ല, ഒരു മീൻകാരനാണെങ്കിൽ മീൻ പിടിക്കാൻ പോയി, മീൻ പിടിച്ചിട്ട് ആ മീൻകാരനോട് പറഞ്ഞു എന്നെ വെറുതെ വിട്ടാല് നിങ്ങൾക്ക് ഞാൻ 3 വരങ്ങൾ തരാന്ന്. അങ്ങനെ ആ മീനിനെ വെറുതെ വിട്ടു, അയാൾക്ക് 3 വരങ്ങൾ കിട്ടി. എന്നാ പിന്നെ ആ മീനിന് സ്വന്തമായിട്ട് വിചാരിച്ചാൽ പോരായിരുന്നു അതിന്റെ വരങ്ങൾ, അതിന് മീനിന് കഴിയത്തില്ലല്ലേ? ഇങ്ങനെയൊക്കെ ഓരോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവൻ പറയുന്നത്. അവൾക്ക് മനസ്സിലാവത്തില്ല നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവനും അവന്റെ കസിനും ജീവനോടുണ്ടായിരുന്നു. അന്ന് അവൻ കാട്ടിൽ വെച്ചൊരു സ്ത്രീനെ കണ്ടു. പിന്നെ ആ സ്ത്രീക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് നമ്മുടെ ലിസയുടെ രൂപമായിരുന്നു. അത് ഇവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരുന്നു. ഈ കാടെന്ന് വെച്ചാൽ ഈ കസിന്റെയും അവന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആ കാട്ടിൽ ആ സ്ത്രീ അങ്ങനെ നിൽക്കുമ്പോൾ, അതും പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. കസിനും അതുപോലെ തന്നെ മാൽക്കോ ആണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ സ്ത്രീ വെടികൊണ്ട ശേഷം മരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തൂക്കിയെടുത്ത് ഒരു ഫാം ഹൗസിൽ കൊണ്ടുവന്നിടും. അവിടെ തന്നെ പന്നികളും ഉണ്ടായിരുന്നു. ആ ലേഡി ആകെ വേദനിച്ച് ആ ഒരു ഫാം ഹൗസിലാണ് പ്രസവിച്ചത്. കുറച്ച് കഴിഞ്ഞിട്ട് മാൽക്കോം അതുപോലെ തന്നെ കസിനും വന്ന് നോക്കുമ്പോൾ ആ ലേഡി അവിടെ കിടപ്പുണ്ട്. അതല്ല ഇവരുടെ വയറ്റിൽ നിന്ന് ആസിഡ് പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രസവ സമയത്ത്. അതെന്താന്ന് അറിയത്തില്ല. അവരെന്താ പ്രസവിച്ചെന്നും എമ്മമാർക്ക് അറിയത്തില്ല, കുട്ടീനെ കാണാനില്ല. അതുകൊണ്ട് തന്നെ എമ്മമാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ ലേഡിയുടെ തലയിൽ തോക്ക് വെച്ച് റീലോഡ് ചെയ്തിട്ട് ഒറ്റ പൊട്ടിയിലാണ്. ആ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ മാൽക്കം പറഞ്ഞു കൊടുക്കും ആ സ്ത്രീ പ്രസവിച്ചത് ഒരു പ്രത്യേകതരം ജീവികളായിരുന്നു. അത് സാധാരണ മനുഷ്യർ മാത്രമല്ല, അതിന് വരങ്ങൾ തരാനായിട്ട് കഴിയും, എന്നാൽ മനുഷ്യരൂപം ഇല്ലായിരുന്നു. ഈ മാൽക്കൊക്കെ കഴിഞ്ഞ് 200 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ 200 വർഷം ജീവിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യം കാണുമല്ലോ. ആ ജീവികളുടെ നിന്ന് വരം വാങ്ങിച്ചതാണ്. അതിന് പകരമായിട്ട് ജീവികൾക്ക് കഴിക്കാനായിട്ട് മനുഷ്യരെ കൊടുക്കും, അവർക്ക് ഇട്ടുകൊടുക്കും മനുഷ്യരെ. അതാണ് നമ്മൾ നേരത്തെ കണ്ട പല സ്ത്രീകളും. മാൽക്കവും കസിനും കൂടെ കൊണ്ടുവന്ന പല സ്ത്രീകളും ഈ ഒരു ജീവിക്ക് ഇരയായിട്ടുണ്ട്. ലിസേനെ കൊണ്ടുവന്നത് എന്തിനാണ്? ആ ഒരു ജീവിക്ക് കൊടുക്കാനായിട്ടാണ്. ഇവൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാകെ തകർന്നു പോവാണ്. ഇവളാകെ വിറച്ച് പേടിച്ചിട്ട് അവനോട് ചോദിക്കും നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്, നീ എന്നെ ആ ജീവിക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് വേറെ മാർഗ്ഗമില്ല, എനിക്ക് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. അതുമല്ല അവൻ പോയ ഉടനെ അങ്ങോട്ട് ആ ജീവികൾ വരുന്നുണ്ട്. അവൾക്ക് ആ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. മാൽക്കം പുറത്തിറങ്ങി ഡോർ അടച്ചിട്ടുണ്ട്. അവൾ നിൽക്കുന്ന ഭാഗത്താണ് ആ ജീവികൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാൽക്കത്തിന് ഒന്നും ചെയ്യത്തില്ല, കാരണം മാൽക്കം ആണ് ആ ജീവികളുടെ മാസ്റ്റർ. മാൽക്കം പറയുന്നത് മാത്രമേ അവർ കേൾക്കത്തുള്ളൂ. ഇപ്പൊ അവള് പേടിച്ചിട്ട് പുറത്തോട്ടിറങ്ങി ഓടാനായിട്ട് അവിടുത്തെ കഥവ് വന്ന് തുറന്നു നോക്കും, എന്നാൽ തുറക്കുന്നില്ല. അവൾ ആകെ തകർന്ന് അവിടെ ഇരുന്ന് പോവാണ്. അതുമല്ല ഫോണുണ്ട്. പതി എഴഞ്ഞഴിഞ്ഞ് പോയിട്ട് ആ ഫോൺ എടുത്തിട്ട് കൂട്ടുകാരിക്ക് വിളിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ സമയം പിന്നിലൂടെ ആ ജീവി വരുന്നുണ്ട്. ജീവി വന്നിട്ട് അത് മണ്ടയിലോട്ട് കയറി പോവാണ്, അതായത് മുകളിലോട്ട് ഫിറ്റി വരി മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഈ ഫോൺ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനകത്തോട്ട് എന്തൊക്കെയോ തുപ്പല് പോലെ സാധനങ്ങൾ ആ ഫോണിന്റെ സ്ക്രീനിനകത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഇഴഞ്ഞഴിഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവും. ഇവൾ ആ ജീവികള് ആക്രമിച്ചിട്ടില്ല, ചിലപ്പോൾ നോക്കി വെച്ചേക്കുന്നതായിരിക്കും. ഇനി സമയം കിട്ടിയാൽ ചിലപ്പം ആക്രമിക്കുമായിരിക്കും. ഇവള് വീണ്ടും ഓടി ബാൽക്കണിയിൽ വരുന്നുണ്ട്. അത് 2ാമത്തെ നിലയിലെ ബാൽക്കണിയാണ്. താഴെ എന്തൊക്കെയോ നദി പോലെ ഉണ്ട്. ഇവൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ചാടി മണ്ടയിലോട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കും. അത് മുകളിലോട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കും. അവള് മുകളിലോട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത്? കുറച്ചധികം ജീവികള്, ഒരു 2-3 ജീവികൾ അവളെ നോക്കുന്നു. ഇത് കണ്ട് പേടിച്ച് അവള് വെള്ളത്തിൽ പോയി വീഴും. ഇവൾ എപ്പോഴും സ്വപ്നത്തില് വെള്ളത്തിൽ പോയി വീഴുന്നതായിട്ട് കാണത്തില്ലേ? ചിലപ്പോൾ അത് മുമ്പേ അവള് കണ്ടതായിരിക്കാം. ഇപ്പൊ അവള് വെള്ളത്തിൽ വീഴും. കട്ട് ചെയ്താൽ മാൽക്കമിനെ കാണിക്കുകയാണെങ്കിൽ അവൻ വീട്ടിലിരിപ്പുണ്ട്. ലിസയുടെ കാര്യത്തിൽ ഇപ്പൊ തീരുമാനമായി കാണുമെന്ന് വിചാരിച്ചിട്ട് അവന്റെ കയ്യിൽ തന്നെ ലിസയുടെ സാധനങ്ങളുണ്ട്. അതിന്റെ മണം അവൻ ആസ്വദിക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ വേറെ കുറെ സാധനങ്ങൾ കൂട്ടി വെച്ചേക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ തന്നെ കുറെ അധികം സ്ത്രീകളുടെ സാധനങ്ങൾ അവൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു 4-5 സ്ത്രീകളുടെ സാധനങ്ങൾ. ഓരോ സാധനങ്ങളോടും അവൻ ഹായ് പറയും. ഈ ഹായ് പറയുന്ന സമയത്ത് ഓരോ സ്ത്രീകളും ആ ജീവികളുടെ കയ്യിൽ നിന്ന് അനുഭവിച്ച് മരിച്ചത് നമ്മളെ കാണിക്കുന്നുണ്ട്. രക്തത്തിൽ കുതിർന്നിട്ട് അങ്ങനെയാണ് മരിച്ചത്. വളരെയധികം മൃഗീയായിട്ടാണ് മരിച്ചത്. ഇവൻ
പലതവണയായിട്ട് പല പെൺകുട്ടികളെയും കൊണ്ടുവന്ന് കൊന്നിട്ടുണ്ടായിരുന്നു. അതുമല്ല, ഇടയ്ക്കൊക്കെ കൊടുത്താൽ മതി, എപ്പോഴും ഈ ജീവികൾക്ക് വിശപ്പ് വരില്ല. ഇതെന്തോ ഒരു തരം പിശാച് പോലത്തെ ജീവികളാണ്, എന്തോ ഒരു കൂടുവത്തരത്തിൽ കൂടെ ഉണ്ടായ എന്തോ ഒരു ജീവികള്. ആ ജീവികളാണ് ഇവന് വരം കൊടുത്തിരിക്കുന്നത്. ഇവന് പ്രായമാവത്തില്ല. 200 വർഷമായിട്ട് ജീവിക്കുമ്പോൾ എത്ര പ്രായം വരുമെന്ന് മനസ്സിലായില്ലേ? എന്നാൽ കണ്ടാ പറയില്ലല്ലോ. പിന്നെ അവൻ ഓരോ പെൺകുട്ടികളോട് സ്നേഹം നടിച്ചിട്ടാണ് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്, ലിസേനെ കൊണ്ടുവന്നത് പോലെ. കട്ട് ചെയ്താൽ ലിസേനെ കാണിക്കുകയാണെങ്കിൽ അവൾ എങ്ങനെ ആ വീട്ടിന്റെ ബേസ്മെന്റിൽ വന്നിട്ടുണ്ട്. അവൾ വെള്ളത്തിൽ പോയതല്ലായിരുന്നോ? എന്നാൽ അവൾ ആകെ ഞെട്ടി എണീച്ച് പേടിച്ച് സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ തന്നെ ആ ജീവിയുണ്ട്. ആ ജീവി അതിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് വിളക്ക് കത്തിക്കും. അതിന്റെ വായിൽ നിന്നൊക്കെ തുപ്പൽ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അത് മനുഷ്യനെ പോലെയൊന്നും അല്ല ഇരിക്കുന്ന, എന്തോ ഒരു തരം ജീവിയാണ്. പക്ഷെ അവളൊന്നും ചെയ്യുന്നില്ല. അവൾ അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ മണ്ടേന്ന് വേറൊരു ജീവി കൂടെ താഴോട്ടിറങ്ങി വരുന്നുണ്ട്. സ്റ്റെപ്പ് വഴി താഴോട്ടിറങ്ങി വരുന്നുണ്ട്. പിന്നെ നേരത്തെ കണ്ട ആ ജീവിയില്ലേ, വിളക്ക് കത്തിച്ച ജീവി, അത് പോയിട്ട് അവിടെ ഒരു ജാർ ഇരിപ്പുണ്ടായിരുന്നു. ആ ജാറിനകത്ത് തന്നെ എന്തൊക്കെയോ ഒരു ലിക്വിഡ് പോലെ ഉണ്ട്. അതിൽ നിന്നൊരു തല പൊക്കിയെടുക്കും. അത് ഒരു പെണ്ണിന്റെ തലയാണ്, അതിന് മുടിയുണ്ട്. നേരത്തെ കൊന്നു കളഞ്ഞ ഏതെങ്കിലും പെൺകുട്ടികളുടെ തലയായിരിക്കണം. അത് അവിടെ പിടിച്ച് തൂക്കിയിടുന്നുണ്ട്. ഇപ്പൊ ലിസ ഇതൊക്കെ കണ്ട് ആകെ പേടിച്ചോടിരിക്കുമ്പോൾ അങ്ങോട്ട് അവള് നേരത്തെ കണ്ട തലയിൽ കവറിട്ട ആ ഒരു സ്ത്രീ വരും. അതിനോട് അവള് ചോദിക്കും, നിങ്ങൾ ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ആ ഒരു ജീവി അവളുടെ അടുത്തോട്ട് വന്നിട്ട് അതിന്റെ തലയിലുള്ള ആ കവറ് മാറ്റും. കവറ് മാറ്റുമ്പോഴോ അതിന് പല മുഖങ്ങളുണ്ട്. 1 2 അല്ല, 4 5 മുഖങ്ങളുണ്ട്. അത് ലിസേനെ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങും. ഇതൊക്കെ കണ്ട് ലിസയ്ക്ക് വിശ്വസിക്കണമെന്നുണ്ട്, വിശ്വസിക്കേണ്ടെന്നുണ്ട്. അവൾക്ക് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവളും ചിരിക്കാനായിട്ട് തുടങ്ങും. പേടിയാവുന്നുണ്ട്. പിന്നെ നേരത്തെ തൂക്കി വെച്ചേക്കുന്ന തലയില്ലേ, ആ തലയുടെ ഭാഗത്തൊരു ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. അതിനർത്ഥം ആ മരിച്ചുപോയ സ്ത്രീയുടെ തല തന്നെയാണ്. അമ്മമാര് വെടിവെച്ച് കൊന്ന ഇവരെല്ലാരും പ്രസവിച്ച ആ സ്ത്രീയുടെ തല തന്നെ. പിന്നെ ആ സ്ത്രീക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് നമ്മുടെ ലിസയുടെ രൂപമായിരുന്നു. അതായത് ഇവരുടെ എല്ലാവരുടെയും അമ്മയുടെ രൂപം പോലെ. ഈ ജീവികളെല്ലാം കൂടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത് അവരുടെ അമ്മയാന്ന് വിചാരിച്ചിട്ട് എല്ലാരും കൂടെ വന്ന് ലിസേനെ തൊട്ട് നോക്കുകയാണ്. അവളുടെ ദേഹത്തെല്ലാം പിടിച്ചു നോക്കുന്നുണ്ട്, കവിളിൽ പിടിച്ചു നോക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ അവള് ചിരിക്കുകയാണ് അവിടെ കിടന്ന്. ഒരാളുടെ മാനസികാവസ്ഥ മാറിയിട്ട് അങ്ങനെ ചിരിക്കുകയാണ്. അവൾക്ക് അറിയില്ല ഇപ്പൊ എന്താ ഇവിടെ നടക്കുന്നതെന്ന്. വിശ്വസിക്കണമെന്നുണ്ട്, വിശ്വസിക്കേണ്ടെന്നുണ്ട്. അതുമല്ല, അവള് ചിരിച്ചിട്ട് നിലവിളിക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദങ്ങളെല്ലാം മാൽക്കം കേൾക്കുന്നുണ്ട്. അവൻ അവിടെ മണ്ടയിലിരുന്നിട്ട് പാട്ടൊക്കെ കൂട്ടി വെച്ച് ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് അങ്ങനെ ഇരിക്കും, അവളുടെ നിലവിളി കേൾക്കാതിരിക്കാനായിട്ട്. എന്തായാലും മാൽക്കം പാട്ടൊക്കെ ഓഫ് ആക്കിയിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങും. അവൻ രാത്രി എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നുണ്ട്. നേരത്തെ കണ്ട ആ ജീവികളുടെ സ്വപ്നമാണ് അവനും കണ്ടിട്ടുള്ളത്. അത് കണ്ട് ഞെട്ടി എണീക്കുമ്പോൾ അവന്റെ ശരീരത്തിനൊക്കെ എന്തോ ഒരു ഉന്മേഷം ഇല്ലാത്തതുപോലെ, പഴയതുപോലെ ഉന്മേഷമൊന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്. അവൻ നല്ല രീതിയിൽ ചുമക്കുന്നുണ്ട്. ചുമച്ചിട്ട് മുമ്പിലോട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത്? നേരത്തെ ആ ജീവിയില്ലേ, ആ ജീവി കഴുത്തു പൊക്കി, ജിറാഫിനെ പോലെ കഴുത്തു പൊക്കി അവനെ നോക്കുന്നുണ്ട്. പിന്നീട് അവന്റെ അലർച്ച മാത്രമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. അവൻ എന്ത് പറ്റി കാണും? കട്ട് ചെയ്താൽ ഒരു അപ്പൂപ്പനെ മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിത്തൂക്കുകയാണ്. ഈ അപ്പൂപ്പൻ മറ്റാരുമല്ല, മാൽക്കം തന്നെയാണ്. മാൽക്കം 200 വർഷം ജീവിച്ചില്ലേ, എന്നാൽ പെട്ടെന്ന് തന്നെ വയസ്സായിട്ടുണ്ട്. അതിനർത്ഥം ഇവന്റെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് ആ ജീവികൾ തിരിച്ചെടുത്തു. എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. മാൽക്കം നോക്കുമ്പോൾ ദൂരെയായിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട്. പതിയെ പതിയെ അടുത്തോട്ട് വരുമ്പോൾ അത് മറ്റാരുമല്ല, ലിസ തന്നെയാണ്. ലിസേനെ ആ ജീവികൾ കൊന്നിട്ടില്ല. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ലിസ അടുത്തോട്ട് വന്നിട്ട് ഈ മാൽക്കത്തിന് കേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവൻ കഴിക്കുന്നില്ല. പകരം ലിസയോട് അഴിച്ചു വിടാനായിട്ട് പറയും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ വേദനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, എനിക്ക് വേറെ മാർഗ്ഗമില്ലായിരുന്നു, എന്നെ അഴിച്ചുവിട്, നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാന്ന് പറയുമ്പോൾ അവള് കേൾക്കില്ല. നീ എല്ലാ സ്ത്രീകളോടും ഇതല്ലേടാ പറഞ്ഞത്, നീ തൽക്കാലത്ത് ഈ കേക്ക് കഴിക്കുന്നു പറഞ്ഞ് അവന് നീട്ടിക്കൊടുക്കും. അവന് വേറെ മാർഗ്ഗമില്ലാതെ ആ കേക്ക് കഴിക്കുകയാണ്. അവൾക്ക് അവൻ കൊടുത്ത ആ ഒരു കേക്ക്, അവൻ ഓരോ സ്ത്രീകളെയും ബലി കൊടുക്കണതിന് മുമ്പ് ഈ ഒരു കേക്ക് കൊടുക്കാറുണ്ട്. അതുമല്ല, ലിസ പറയുന്നുണ്ട്, ലിസയോട് ആ ജീവികളെ പറഞ്ഞു ആ ജീവികളുടെ കൂടെ നിൽക്കാനായിട്ട്. ആ ജീവികളുടെ അമ്മയുടെ സെയിം രൂപമല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അമ്മയുടെ രൂപം തിരിച്ചറിയാനായിട്ട് കഴിയും. അത്ഭുത സിദ്ധികളുള്ള ജീവികളല്ലേ. അതുകൊണ്ട് തന്നെ മാൽക്കോ ആയിരുന്നു അവരുടെ മാസ്റ്റർ. എന്നാൽ ഇപ്പൊ അവരുടെ മാസ്റ്റർ മറ്റാരുമല്ല, ലിസയാണ്. ലിസയെ മാസ്റ്റർ ആക്കി, മാൽക്കത്തിനെ മാസ്റ്ററിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട്. അതുകൊണ്ടാണ് മാൽക്കത്തിന് പെട്ടെന്ന് തന്നെ പ്രായമായത്. ഇപ്പൊ ലിസ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവനെ കെട്ടിത്തൂക്കി അടുത്ത് നിന്ന് ഒരു ജാറ് കൊണ്ടുവച്ചിട്ട് അവന്റെ തല അതിനകത്തോട്ട് മുക്കും. അവൻ അവിടെ തന്നെ മുങ്ങി മരിക്കുകയാണ്. എന്തോ ഒരു തരം ലിക്വിഡ്, നേരത്തെ ആ ഒരു ജീവി എടുത്തു വെച്ചില്ലേ ഒരു ലിക്വിഡ്, ആ ഒരു ലിക്വിഡ് തന്നെ. എന്തായാലും മാൽക്കത്തിന് കൊന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ എന്താണ് നടന്നതെന്ന്? ഈ മാൽക്കോ ആണെങ്കിൽ ഒരു സ്ത്രീയെ കൊന്നു. അവര് സാധാരണ ഒരു സ്ത്രീ അല്ലായിരുന്നു, ഏതോ ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന സ്ത്രീ ആയിരുന്നു. ഏതെങ്കിലും ഡാഗിനി അമ്മൂമ്മയെ പോലെ മറ്റോ ആരോ ആയിരുന്നു. അവരെ വെടിവെച്ചിട്ട് കൊല്ലാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരെ ഫാം ഹൗസിൽ എടുത്തുകൊണ്ട് വന്നു. അവർ പ്രസവിച്ചത് സാധാരണ മനുഷ്യരെയല്ല, എന്തോ ഒരു തരം പ്രത്യേക ജീവികളായിരുന്നു, എന്തോ ഒരു പിശാച് പോലത്തെ ജീവികൾ. ആ ജീവികൾ മാൽക്കത്തിന്റെ കൂടെ കൂടി. പകരം മാൽക്കത്തിന് വേണ്ട വരങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങി. എന്താണ് അവന്റെ വരം? മരിക്കാനായിട്ട് പാടില്ല, പകരം കഴിക്കാനായിട്ട് മനുഷ്യരെ കൊണ്ട് കൊടുക്കണമായിരുന്നു. അതായിരുന്നു ആ ജീവികളുടെ ഡിമാൻഡ്. അതുപോലെ തന്നെ അവൻ പല സ്ത്രീകളെയും കൊണ്ടുവന്ന് കൊടുത്തു. ഇപ്പൊ ലിസേനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ ജീവികൾക്ക് ആ ജീവികളുടെ അമ്മേനെയാണ് ഓർമ്മ വന്നത്. ലിസേനെ കണ്ടപ്പോൾ അവരുടെ അമ്മയെ പോലെ ഇരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ലിസേനെ കൊന്നില്ല, പകരം ലിസേനെ മാസ്റ്ററാക്കി. മാൽക്കത്തിനെ മാസ്റ്ററിൽ നിന്ന് മാറ്റിയിട്ട് മാൽക്കത്തിന് അവസാനം കൊന്നു കഴിഞ്ഞു. ഇതാണ് നടന്നത്. ലിസ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ,
ചെയ്യൂ, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തോളൂ. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.